ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് എൻ്റെ 2 month പിമ്പിൾ ജേർണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് വീഡിയോ പിമ്പിൾ മാറാനായിട്ട് ഞാൻ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ളൊരു വീഡിയോ ആണ് സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് വീഡിയോ ഞാൻ എന്തൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത 2 ഓയിൽമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതെന്നെ മാറ്റാനായിട്ട് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു എന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പൊതുവേ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ഫ്രീ ആയിരിക്കുമ്പോഴത്തേനും ഫേസിൽ പിമ്പിൾ മാറാനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു DIY ഫേസ് മാസ്ക് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ തമ്പ്നെയിലിൽ കണ്ട പോലെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് പിമ്പിൾ ഉണ്ടായിരുന്ന എൻ്റെ ഫേസ് അത്യാവശ്യം ക്ലിയർ ആക്കി. 100% ഞാൻ പറയുന്നില്ല, 100% ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും കുറച്ച് പിമ്പിൾസും ഉണ്ട്, കുറച്ച് മാർക്സും ഉണ്ട്. പക്ഷേ ഒരു 80 to 85% എന്നെ ക്ലിയർ ആക്കാൻ സഹായിച്ച അതൊരു ഫാക്ടറായിട്ടുള്ള ഒരു DIY ഫേസ് മാസ്ക് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പണ്ട് തൊട്ട് നമ്മുടെ മുഖത്തായാലും ദേഹത്ത് എവിടെയായാലും ചൊറിച്ചിലോ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് പുരട്ടുന്ന 2 ഔഷധക്കൂട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമതായിട്ട് ആര്യവേപ്പ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതാണ്. എല്ലാവരുടെ വീട്ടിൽ ആരുടെയെങ്കിലും നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും വീട്ടിലായാലും ഒരാളുടെ നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലെങ്കിലും ഇത് ഉണ്ടാവും. കാര്യം അത്രയും ഔഷധ ഗുണമുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനെയൊക്കെ തടയുന്ന പണ്ട് തൊട്ട് നമ്മുടെ മുഖത്തോ ദേഹത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വരുവാണെങ്കിൽ നമ്മുടെ അമ്മമാർ അരച്ച് പുരട്ടി തരുന്ന 2 മരുന്നുണ്ട്. ഏകദേശം എല്ലായിടത്തും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന മൂക്കുരു വന്നാലും പണ്ട് തൊട്ടേ എല്ലാവരും അരച്ച് പുരട്ടുന്ന 2 മരുന്നാണ്. ഒന്നാമത് ആര്യവേപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആര്യവേപ്പ് ചൊറിച്ചിൽ മാറ്റാനായിട്ട് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് പച്ചമഞ്ഞൾ. ഈ പച്ചമഞ്ഞൾ നമ്മളെ മുഖത്തുള്ള പിമ്പിൾസ് മാറ്റാനായാലും അല്ല പിമ്പിൾസ് വന്ന മാർക്ക് മാറ്റാനായാലും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പച്ചമഞ്ഞളും അതുപോലെ തന്നെ ആര്യവേപ്പും എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ DIY ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ ഇല സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതും ഈ മഞ്ഞളുടെ തൊലി കളഞ്ഞിട്ട് അതും മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വരും. അത്യാവശ്യം നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഡയറക്റ്റ്ലി നമ്മളെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യരുത്. കാര്യം ചിലവർക്ക് ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ചില സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ നമ്മൾ ഇത് ഞാനൊരു ഒരു 2 ആഴ്ചത്തേക്ക് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. കുറച്ച് കുറച്ചധികം ഇല എടുത്തിട്ട് ആൻഡ് അതുപോലെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ട് മഞ്ഞളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ പയറ് പൊടിയോ ഇല്ലെങ്കിൽ കടലമാവോ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് സമാസമം മിക്സ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ചില സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ആദ്യം അരയ്ക്കുന്ന ദിവസം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം ഈ കണ്ണ് ചെറുതായിട്ട് എരിയും. അത്യാവശ്യം കണ്ണിൽ കരച്ചിലൊക്കെ വരും. കണ്ണ് ചെറുതായിട്ട് എരിയും. സോ അവിടെ അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം. ഇനി എന്നെ പിമ്പിൾ മാറ്റാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് റെമഡീസാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ രാവിലെ എണീറ്റ് മുഖം നന്നായിട്ട് കഴുകിയിട്ട് ആവി പിടിക്കുമായിരുന്നു. ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടുകുടം ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ ആവി പിടിക്കുമായിരുന്നു. എന്നിട്ട് ആ ഒരു വേർപ്പോടെ തന്നെ അതിൻ്റെ പുറത്തേക്കാണ് ഈ ഒരു ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫ്രീ ആണെങ്കിൽ എനിക്ക് പിമ്പിൾസ് ഉള്ളിടത്ത് ഞാൻ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് വെക്കുമായിരുന്നു ഈ ഒരു ഫേസ് പാക്ക്. പിന്നെ രാത്രി ആയാലും ഞാൻ ആവി പിടിക്കത്തില്ല, പക്ഷേ ഈ ഫേസ് പാക്ക് ഫേസ് ഫുള്ളി അപ്ലൈ ചെയ്യുമായിരുന്നു. പിറ്റേ ദിവസം വീണ്ടും എനിക്ക് രാവിലെ ആവി പിടിക്കാൻ ടൈം കിട്ടിയില്ല എങ്കിൽ ഞാൻ രാത്രി ആവി പിടിച്ചിട്ട് ഡെയിലി വൺസ് എപ്പോഴെങ്കിലും ആവി പിടിക്കുന്നതാണ്. അങ്ങനെ പിമ്പിളിൻ്റെ എണ്ണം കുറഞ്ഞു വരുമ്പോഴത്തേനും ഞാൻ ആവി പിടിക്കുന്ന ആ ഒരു ദിവസത്തിൻ്റെ എണ്ണവും കുറച്ച് കൊണ്ടുവന്ന്. കാര്യം നമുക്ക് ഡെയിലി ആവി പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. പക്ഷെ ഞാൻ ഒരു ഇൻറ്റൻസ് പിമ്പിൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഡെയിലി 1 തവണ ആവി പിടിക്കുമായിരുന്നു. എന്നിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും
അത് കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്ന് സ്കിന്നിൽ പിമ്പിൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ എൻ്റെ മുഖത്തുള്ള പിമ്പിൾസ് ഒക്കെ അത്യാവശ്യം മാറി കുറച്ച് മാർക്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ആവി പിടിക്കും, എന്നിട്ട് ഡെയിലി ഈ ഫേസ് പാക്ക് രാത്രി ആകുമ്പോഴത്തേന് അപ്ലൈ ചെയ്യും. പകൽ ഞാൻ ഇപ്പം അധികം അപ്ലൈ ചെയ്യത്തില്ല, കാര്യം എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. സോ രാത്രിയാകുമ്പോൾ ഒരു ദിവസം ഒരു വട്ടം ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ആവി പിടിക്കത്തുള്ളൂ ഇപ്പോൾ. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ഫേസ് പാക്ക് കൂടുതൽ എഫക്റ്റീവ് ആവാനായിട്ട് നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം കറക്റ്റായിട്ട് ഈ ആവി പിടിക്കുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 1.5 ആഴ്ചയോ 2 ആഴ്ചയോ തുടർച്ചയായിട്ട് ആവി പിടിച്ച് ഓരോ ദിവസം ഓരോ വട്ടം ആവി പിടിച്ചാൽ മതി. ഒരുപാട് പിടിക്കണ്ട, ഒരുപാട് പിടിക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ അത് ഡാമേജ് ഉണ്ടാക്കും. സോ ഒരു ദിവസം ഒരു വട്ടം ആവി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പിമ്പിൾസ് കുറഞ്ഞ് വരുമ്പോഴത്തേനും അതിൻ്റെ എണ്ണം പതിയെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് ഞാൻ പറഞ്ഞു അരിപ്പൊടിയോ കടലമാവോ അങ്ങനെ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നമുക്ക് പാലോ തൈരോ അല്ല റോസ് വാട്ടറോ അല്ല ടൊമാറ്റോയുടെ ജ്യൂസോ നമുക്ക് എന്ത് വേണോ മിക്സ് ചെയ്യാവുന്നതാണ്. നാരങ്ങയുടെ നീര് മിക്സ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ അത് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ നാരങ്ങ നീര് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ 2 തരത്തിലുള്ള മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വയൽ മഞ്ഞളാണെന്ന് തോന്നുന്നു. വേറൊരു ടൈപ്പിനെ യൂസ് ചെയ്യുന്നു കൊടമഞ്ഞൾ. മറ്റേ വലിയ മഞ്ഞളുണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമുള്ളൊരു മഞ്ഞളുണ്ടല്ലോ കൊടമഞ്ഞൾ, അതും യൂസ് ചെയ്യുന്നതും ഈ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കഴുത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കുറച്ച് നേരം ഇട്ടിട്ട് പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും വ്യത്യാസമാണ്. എൻ്റെ സ്കിന്നിന് ചേരുന്നത് മറ്റുള്ളവരുടെ സ്കിന്നിന് ചേരണമെന്ന് ഞാൻ പറയുന്നില്ല. സോ കഴുത്തിൻ്റെ എവിടെയെങ്കിലും ഇട്ട് നോക്കിയിട്ട് വേറെ സ്കിൻ ഇഷ്യൂസോ സ്കിൻ അലർജീസോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ 2ാമത്തെ പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനും ഡയറ്റിൽ കൊണ്ടുവന്ന ചേഞ്ചസിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഞാൻ ഡെയിലി 1 ഗ്ലാസ് കേട് കുടിക്കുമായിരുന്നു. അത് നമ്മുടെ വയറ്റിൽ നല്ല ബാക്ടീരിയാസ് വളർത്താനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഡെയിലി നമ്മൾ കേട് കുടിക്കുമ്പോഴത്തേനും നമ്മുടെ ഡൈജഷൻ കറക്റ്റാക്കാനും ഗഡ് ഹെൽത്ത് കറക്റ്റാക്കാനും സഹായിക്കുന്നതാണ്. എൻ്റെ മുഖത്ത് വന്ന പിമ്പിൾസ് മാറ്റാനായിട്ടും എൻ്റെ മുഖത്ത് പിമ്പിൾസ് കാരണം വന്ന മാർക്സ് മാറ്റാനായിട്ടും എക്സ്റ്റേണലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഫേസ് മാസ്ക് ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തേക്ക് ബൈ.